ഒരു കുടുംബത്തിൽ നാം ഒരുമിച്ച് ജീവിക്കുന്നു. ചിലപ്പോൾ നാം പരസ്പരം വേദനിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അവരെ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, നമ്മെയും വേദനിപ്പിക്കുകയാണ്. മറ്റാരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ പകരം അവരെയും വേദനിപ്പിച്ച് പ്രതികാരം ചെയ്യരുത്. അതിനു പകരമായി അവർക്ക് നാം മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുക്കൽ കരുണ കാണിക്കലാണ്. അവരോട് ക്ഷമിക്കണം. മാപ്പ് കൊടുക്കൽ എന്നത് നാം പഠിക്കേണ്ട നല്ല ഗുണങ്ങളിൽ ഒന്നാണ്. ജീവിതത്തിൽ ശീലമാക്കേണ്ടതുമാണ്. ഈ കഥയിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് മാപ്പ് കൊടുക്കുന്നു, സ്വന്തം കുഞ്ഞിനെ മോഷ്ടിച്ചിട്ട് പോലും. മാപ്പ് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ മാത്രമല്ല സന്തോഷിപ്പിക്കുന്നത്, നമ്മയും സന്തോഷിപ്പിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഒരിക്കൽ രണ്ട് സ്ത്രീകൾ ഒരു രാജാവിനെ കാണാൻ ചെന്നു, ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള വഴക്കുമായി. മഹാരാജാവേ, അങ്ങ് എനിക്ക് നീതി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ മഹാരാജാവേ. നിൽക്കൂ, ഓരോരുത്തരായി പ്രശ്നം എന്താണെന്ന് പറയുക. മഹാരാജാവേ, ഇവളുടെ കയ്യിലുള്ള കുഞ്ഞ് എന്റേതാണ്. പക്ഷേ ഇത് അവളുടേതാണെന്ന് അവൾ പറയുന്നു. എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ അവളോട് ആജ്ഞാപിച്ചാലും. അല്ല, അവൾ കള്ളം പറയുന്നു മഹാരാജൻ. ഇവൻ എന്റെ കുഞ്ഞാണ്. ഞാൻ ഇവനെ ഇവൾക്ക് കൊടുക്കില്ല. എന്റെ കുഞ്ഞിനെ വിട്ടുപോകാൻ ഇവളോട് പറഞ്ഞാലും മഹാരാജാവേ. ഓ, ഇത് വളരെ വിചിത്രവും അസാധാരണവുമായ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാനൊരു മാർഗം കണ്ടുപിടിക്കണം. മഹാരാജാവ് ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചു. ഇത് പ്രശ്നം പരിഹരിക്കും. രാജാവ് ഒരു ഭടനോട് നിലത്ത് ഒരു വര വരയ്ക്കാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് കുഞ്ഞിനെ അതിൽ കിടത്താനും. രണ്ടുപേരും വരയുടെ രണ്ടു ഭാഗത്തും നിന്ന് കുഞ്ഞിനെ പിടിക്കണം. ആരാണോ കുഞ്ഞിനെ തന്നിലേക്ക് പിടിച്ചു വാങ്ങുന്നത് അവളായിരിക്കും ശരിയായ മാതാവ്. ഓഹോ, എനിക്ക് സമ്മതമാണ്. ഒരു സ്ത്രീ കുഞ്ഞിന്റെ കാല് പിടിച്ചു വലിച്ചു, മറ്റൊരു സ്ത്രീ കൈ പിടിച്ചു വലിച്ചു. ഇരുവരും അവരവരുടെ ഭാഗത്തേക്ക് കുഞ്ഞിനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു. വേദന കൊണ്ട് കുഞ്ഞ് നിലവിളിക്കാൻ ആരംഭിച്ചു. അയ്യോ, അവൻ കരയുന്നു. അവൾ പിടിവിട്ടുകൊടുത്തു. കുഞ്ഞിനെ രണ്ടാമത്തെ സ്ത്രീക്ക് വേണ്ടി ദാനം ചെയ്തു. അവൾ കരയാൻ തുടങ്ങി. പക്ഷെ അതേസമയം രണ്ടാമത്തെ സ്ത്രീ വിജയിച്ചതിനാൽ അതിയായി സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ എന്റെ വശത്തേക്ക് വലിച്ചു. അതുകൊണ്ട് ഈ കുഞ്ഞ് എന്റേതാണ് മഹാരാജാവേ. മഹാരാജാവേ, ഇപ്പോഴങ്ങയ്ക്ക് മനസ്സിലായി കാണും ഈ കുഞ്ഞിന്റെ മാതാവ് യഥാർത്ഥത്തിൽ ആരാണെന്ന്. അതെ, ഈ കുഞ്ഞ് നിന്റേതല്ല, അവളുടേതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങയുടെ വാക്കുപ്രകാരം ഞാനാണ് ജയിച്ചത്. കുഞ്ഞിനെ വിട്ടുകൊടുത്ത സ്ത്രീയാണ് യഥാർത്ഥ മാതാവ്. തന്റെ കുഞ്ഞ് വേദന കൊണ്ട് കരയുന്നത് അവൾക്ക് സഹിച്ചില്ല. അതിനാൽ അവൾ തന്റെ കുഞ്ഞിനെ നിനക്ക് വിട്ടുതന്നു. കുഞ്ഞിനെ അവൾക്ക് കൊടുക്കൂ. വളരെ നന്ദി രാജാവേ, എനിക്ക് അങ്ങയോട് വളരെ നന്ദിയുണ്ട്. ആരെവിടെ? ഈ സ്ത്രീയെ പിടിച്ച് തടവിലാക്കുവിൻ. അയ്യോ, അരുത് മഹാരാജാവേ, എന്നോട് ക്ഷമിക്കണം. മതി, നീ പറയുന്നതൊന്നും നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. മഹാരാജാവേ, അവൾക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. അവൾ അങ്ങനെ ചെയ്യാൻ കാരണം ഈ കുഞ്ഞിനെ സ്വന്തമാക്കാനല്ലേ? ദയവായി അവളോട് ക്ഷമിച്ചാലും. പക്ഷെ അവൾ നിന്റെ മകനെ മോഷ്ടിക്കാനാ ശ്രമിച്ചത്. എന്റെ മകനോടുള്ള സ്നേഹമാണ് അവളെ ഇതിനായി പ്രേരിപ്പിച്ചത്. നമുക്ക് മനസ്സിലായി. നാം നിന്നെ വിട്ടയക്കുന്നു. പക്ഷെ നാം അറിയിക്കുന്നു, ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കരുത്. ജസ്റ്റിസ്. ഒരു കാര്യത്തിൽ നീതി പാലിക്കുക. സെൻസിറ്റീവ്. മനസ്സിനെ വേദനിപ്പിക്കുന്ന വികാരം. സറണ്ടർ. ഒരാളുടെ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങാൻ സമ്മതിക്കൽ.